കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ് ഉമാ തോമസ് എംഎൽഎക്ക് ഗുരുതരമായി പരിക്കുപറ്റി എന്നതാണ് ഇപ്പോൾ അറിയുന്നത്. റിയ ബേബി വിവരങ്ങളുമായിട്ട്. റിയ, എന്താണ് സംഭവിച്ചത്? ഭരതനാട്യവുമായി ബന്ധപ്പെട്ടൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. അതുമായി ബന്ധപ്പെട്ട് MLA അടക്കം അവിടേക്ക് എത്തിയതാണ്. അതിനിടയിലാണ് സ്റ്റേജിന്റെ കൈവരിയിൽ നിന്ന് താഴേക്ക് വീണത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. കൈവരിയിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. ആളുകൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് താഴേക്ക് വീണത്. ചെറിയ പരിക്കുകളുണ്ട്. ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്നത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതിന്റെ സ്റ്റേജിലേക്ക് കയറുന്നതിനിടയിൽ ഈ കൈവരിയിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. ഗുരുതര പരിക്കെന്നാണല്ലോ പറയുന്നത്. എങ്ങനെയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണോ? ഈ പരിക്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഗുരുതരം വീഴ്ചയിലുണ്ടായ ആഘാതത്തിൽ പരിക്കുകളുണ്ട് എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പൊ എത്രത്തോളം വിവരങ്ങൾ ലഭ്യം? അവിടെ താൽക്കാലികമായി കെട്ടിയിരുന്ന സ്റ്റേജിന്റെ നിന്ന് വീഴുകയാണോ, അതെയോ ഗാലറിയിലെ എന്തെങ്കിലും അവിടെയാണോ അപകടം സംഭവിച്ചത്? ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് പ്രേക്ഷകർ. അവിടെയാണ് ഉമാ തോമസ് MLA വീണതെന്നാണ് മനസ്സിലാകുന്നത്. ഏത് ഭാഗത്തു നിന്നാണ് വീണതെന്ന് വ്യക്തതയില്ല. ഒരുപാട് ഉയരത്തിൽ നിന്നാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. അവിടെ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടുള്ളൊരു പരിപാടി നടക്കുന്നതിനിടെയാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് MLAയും എത്തിയത്. ADGP ശ്രീജിത്ത് അടക്കമുള്ളവരുണ്ട്. റിയ, ഈ സ്റ്റേജ് കണ്ടിട്ട് അത്യാവശ്യം ഉയരത്തിൽ അല്ലേ നിർമ്മിച്ചൊരു സ്റ്റേജാണ്, അതോ ഈ ഗാലറിയുടെ ഭാഗത്തു നിന്നാണോ വീണോ? എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഇത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തില് ഈ പരിപാടിക്ക് വേണ്ടി പ്രത്യേകമായി നിർമ്മിച്ച സ്റ്റേജാണ്. അത്യാവശ്യം ഉയരത്തിൽ തന്നെ കെട്ടി പണിത് ഉയർത്തിയതാണ്. സാധാരണ അവിടെ പരിപാടി നടക്കുമ്പോഴൊക്കെ അത്തരം ഉയരത്തിൽ തന്നെയാണ് സ്റ്റേജുകൾ കെട്ടുകയും ഒക്കെ ചെയ്യുന്നത്. ആ രീതിയിൽ തന്നെ സ്റ്റേജ് കെട്ടിയതാണ്. ആ സ്റ്റേജിലേക്ക് നടന്നു കയറുകയായിരുന്നു ഉമാ തോമസ് MLA. അതിനിടയിലാണ് ആ കൈവരിയിൽ നിന്ന് താഴേക്ക് വീണത്. നമുക്കതിന്റെ കുറച്ച് അവിടെ നിന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പോലീസ് അടക്കമുണ്ടായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥരടക്കമുണ്ടായിരുന്നു, മന്ത്രി അടക്കം പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഈ വീഴ്ചയിൽ ഉണ്ടായ പരിക്കുകൾ MLAക്ക് ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ പരിക്കുകളുടെ സ്വഭാവം ദിവിഷ കേൾക്കാമോ? അതായത് ഈ സ്റ്റേജില് ഇത് പരിപാടിക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള സ്റ്റേജാണ്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി നടന്നത്. ആ ഗാലറിയിൽ നിന്ന്, അതായത് സ്റ്റേജിലേക്ക് കയറുന്ന അവിടെ നിന്ന് ഈ കൈവരി തകർത്ത് താഴേക്ക് വീഴുകയായിരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മന്ത്രി സജി ചെറിയാൻ അടക്കം പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഈ സാധാരണഗതിയിലൊക്കെ ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ ഇത്തരത്തിൽ ഉയരത്തിലാണ് സ്റ്റേജ് കെട്ടുക. അത് കെട്ടിയതിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകത ഉണ്ടായതാണോ ഈ അപകടം നടക്കാൻ കാരണം എന്നെ സംബന്ധിച്ച് വ്യക്തമല്ല. എന്തായാലും ആ സമയത്ത് തന്നെ അവരെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ.